ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരന്റെ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ 209 സെഷനാണല്ലോ ഇത്. 6-ാം സ്ഥലത്തെക്കുറിച്ചുള്ള 49-ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 6-ാം സ്ഥലത്തെക്കുറിച്ചുള്ള 9-ാമത്തെ അധ്യായത്തിന്റെ 11-ാമത്തെ ഖണ്ഡികയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഭാവന ദർശനം ഉണ്ടാകുന്ന വ്യക്തിക്ക് തൻ്റെ ഉള്ളില് തനിക്ക് കിട്ടിയ ദർശനത്തിൽ നല്ല വ്യക്തതയാണ്, ഉറപ്പാണ്. പക്ഷെ ആ വ്യക്തി നയിക്കുന്ന കാര്യത്തിൽ കുമ്പസാരക്കാരൻ ഒത്തരം അല്പം ജാഗ്രത എടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആ വ്യക്തി കണ്ട കാര്യങ്ങളിൽ കുമ്പസാരക്കാരെ കണ്ടിട്ടില്ല. കണ്ട കാര്യം പറയാൻ വ്യക്തിക്കൂട്ട് അത്ര എളുപ്പമല്ല. അങ്ങനെ ഉള്ളപ്പോൾ നയിക്കാനായിട്ട് നോക്കുമ്പം അതിന്റെ സൽഫലങ്ങൾ എന്തുമാത്രം ഉണ്ടെന്നാണ് നോക്കേണ്ടത്. സൽഫലങ്ങളിൽ 2 കാര്യം അമൃതസ് എടുത്തു പറയണം. ഒന്ന്, എന്തുമാത്രം എളിമയിൽ ആഴപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ, സുഹൃത്താഭ്യാസം എന്തുമാത്രം ദൃഢത വന്നിട്ടുണ്ട്. ഇത് രണ്ടും നോക്കണം. അത് നോക്കി വെച്ചിട്ട് എന്തുമാത്രം ദൃഢത പ്രാപിച്ചെന്നും സൂക്ഷ്മമായി ഗ്രഹിച്ച് സാവധാനത്തിന് മുന്നേറണം. സാവധാനത്തിൽ വേണം ആ വ്യക്തി നയിച്ചു കൊണ്ടുപോകാൻ കുമ്പസാരക്കാരോട് പറയുകയാണ്. അവയുടെ ഉത്ഭവ പിശാചിൽ നിന്നാണെങ്കിൽ ചെമ്പ് തെളിയാൻ അധികം താമസം വേണ്ടി വരികയില്ല. ഇതാ പൂശാണ്, സ്വർണം പൂശാണെങ്കിൽ അല്പം ഉരച്ച് കഴിയുമ്പോൾ തന്നെ അകത്ത് ചെമ്പ് തെളിയും എന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും അല്പം എതിർ അനുഭവങ്ങള്, പ്രതീക്ഷിക്കുന്ന പോലെ അല്ലാത്ത അനുഭവങ്ങള്, ചില കാര്യങ്ങൾ കുമ്പസാരക്കാരൻ അല്ലെങ്കിൽ ആത്മീയ അധികാരി പറഞ്ഞ പോലെ ധ്യാനഗ്രന്ഥത്തിന് ഡയറക്റ്റ് ആയിരിക്കുന്ന വ്യക്തി അനുവദിച്ചു കൊടുക്കുന്നില്ല, സമ്മതിച്ചു കൊടുക്കുന്നില്ല, തിരുത്തൽ കൊടുക്കുന്നു, മാറ്റിവെക്കുന്നു. അങ്ങനെ വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ എതിർപ്പുകളും മുറിവെറുപ്പുകളും മുഖം പാട്ടുന്ന ഞാനൊരു പരിപാടിക്കുമില്ല, അച്ഛൻ എന്നെ കാണിച്ചോ, ഞാൻ വേറെ വഴിക്ക് പോവുകയാണ്, ഇങ്ങനെയൊക്കെയുള്ള കമന്റുകളെല്ലാം പുറത്തു വരും. അങ്ങനെ വരുമ്പോൾ അതിന്റെ അർത്ഥം അത് ഈ ദർശനങ്ങളുടെ അനുഭവം വളരെ മാത്രമല്ല, ഏതൊരു ശുശ്രൂഷ വ്യക്തിയുടെ ജീവിതത്തിലും ആത്മീയതയില് ഇരുത്തം വന്നാണോ നീങ്ങുന്നത് അല്ല എന്ന് തിരിച്ചറിയാനുള്ള സുനിശ്ചിത മാർഗം ഇങ്ങനെയുള്ള തിരുത്തലുകളും കറക്ഷൻസും ഒക്കെ കൊടുക്കുന്ന അവസരത്തിൽ, ലഭിക്കുന്ന അവസരത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥമായി എളിമയോടുകൂടി ആ കറക്ഷനുകളെ, തിരുത്തലുകളെ സ്വീകരിക്കാൻ സാധിക്കുന്നില്ലാത്ത വ്യക്തി ആത്മീയമായിട്ട് ഒട്ടും ദൃഢത പ്രാപിച്ചിട്ടില്ല എന്നതിന്റെ സൂചനയാണ്. അത് നയിക്കുന്നവർക്ക് മാത്രമല്ല, നയിക്കപ്പെടുന്ന നമുക്കും ഒരു വലിയ അടയാളമാണ്. നമുക്കൊരു കർഷകൻ നമ്മുടെ അധികാരി തരുമ്പോൾ, നമ്മളത് കുറ്റപ്പെടുത്തുമ്പോൾ നമുക്ക് എങ്ങനെ അനുഭവപ്പെടുന്നത്? മടുപ്പാണോ, നിരാശയാണോ, എതിർപ്പാണോ, പെറുകുറുപ്പാണോ, അപരാധിയാണോ, മുഖമാട്ടമാണോ? മാറി നിന്നേക്കാം, ഒഴിവായേക്കാം, അങ്ങോട്ട് പോകുന്നേ ഇല്ല, ഈ ചിന്തയാണ് നമുക്ക് അനുഭവപ്പെടുന്നതെങ്കിൽ സ്നേഹമുള്ളവര് നമ്മുടെ പോക്ക് ശരിയല്ല. നമ്മുടെ എളിമപ്പെട്ട് നമ്മുടെ അധികാരി പറഞ്ഞ അതേ വഴിയിലൂടെ മുന്നോട്ട് പോകണം. നമ്മുടെ മറ്റെല്ലാ എതിർ ചിന്തകളെല്ലാം ചവിട്ടി താത്ത് അല്ലെങ്കിൽ ചവിട്ടി തേച്ച് കളഞ്ഞുകൊണ്ട് ഇന്നത്തെ പുണ്യങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കാൻ സാധിക്കണം. ഇതൊരു ഡിസൈൻമെന്റിന്റെ വളരെ ഗോൾഡൻ ആയ സുവർണമായ നിയമം തന്നെയാണ്. ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയുക. അവയുടെ ഉത്ഭവം പിശാചിൽ നിന്നാണെങ്കിൽ ചെമ്പ് തെളിയാൻ അധികം താമസം വേണ്ടി വരികയില്ല. അവന്റെ തട്ടിപ്പുകൾക്ക് 1000 തെളിവുകൾ താനെ തന്നെ വെളിപ്പെട്ടുകൊള്ളും. സാത്താന്റേതായിരുന്നു കാര്യങ്ങൾ എന്നുള്ള വെളിപ്പെടുത്തക്ക രീതിയിൽ ഒരുപാട് തെളിവുകൾ വെളിപ്പെടും. അതാണ് ഇപ്പൊ പറഞ്ഞതുപോലെ പെറുപെറുക്കുന്നു, ഇറങ്ങിപ്പോകുന്നു, മുഖം വാടി നടക്കുന്നു, ആൾക്കാരെ കുറ്റപ്പെടുത്തുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങള് സംസാരത്തിലും പെരുമാറ്റത്തിലും പ്രവൃത്തിയും എല്ലാം വെളിപ്പെടും. കുമ്പസാരക്കാരന് നല്ല പരിചയവും ഇവയെക്കുറിച്ചെല്ലാം അനുഭവബോധ്യവും കൂടി ഉണ്ടെങ്കിൽ അധികം ദീർഘിക്കാതെ നിജസ്ഥിതി അദ്ദേഹം ഗ്രഹിച്ചുകൊള്ളും. കാര്യം പെട്ടെന്ന് മനസ്സിലാകും കുമ്പസാരക്കാരന് പരിചയം ഉണ്ടെങ്കിൽ. ആത്മാവ് നൽകുന്ന വിവരണങ്ങളിൽ നിന്ന് ഇവ വരുന്നത് ദൈവത്തിൽ നിന്നാണോ, ഭാവനയിൽ നിന്നാണോ, പിശാചിൽ നിന്നാണോ എന്ന് ഉടൻ വിവേചിച്ചറിയുകയും ചെയ്യും. 3 ഉറവിടങ്ങളാണ് സാധ്യമായിട്ടുള്ളത്. ഒന്ന് ദൈവത്തിൽ നിന്നാകാം, അല്ല സ്വന്തം ഭാവനയിൽ നിന്നാകാം, അല്ല പിശാചിൽ നിന്നാകാം. ഇത് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. വിശിഷ്യ നമ്മുടെ കർത്താവ് അദ്ദേഹത്തിന് ആത്മീയ സ്ഥിതി നിർണയിക്കുന്നതിനുള്ള വരം, ഗിഫ്റ്റ് ഓഫ് ഡിസേൺമെന്റ് ഓഫ് സ്പിരിറ്റ്സ്, ആത്മാക്കളെ വിവേചിക്കുന്നതിനുള്ള വരം നൽകിയിട്ടുണ്ടെങ്കിൽ, ഈ വരവും സാമാന്യ പാണ്ഡിത്യവും ഉണ്ടെങ്കിൽ, വിശിഷ്യ നമ്മുടെ കർത്താവ് അദ്ദേഹത്തിന് ആത്മീയസ്ഥിതി നിർണയിക്കുന്നതിനുള്ള വരം നൽകിയിട്ടുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ഡിസേൺമെന്റ് ഓഫ് സ്പിരിറ്റ്സിന്റെ ഗിഫ്റ്റ്, ആത്മാക്കളെ വിവേചിക്കാനുള്ള വരവും കൂടി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫലങ്ങൾ നിരീക്ഷിച്ചിട്ട് പെട്ടെന്ന് തന്നെ കുമ്പസാരക്കാരന് കാര്യം ഗ്രഹിക്കാൻ പറ്റും. നമുക്കും നമ്മുടെ അവസ്ഥ തിരിച്ചറിയാൻ പറ്റും ഫലങ്ങൾ നോക്കുമ്പോൾ. ഈ വരവും സാമാന്യ പാണ്ഡിത്യവും ഉണ്ടെങ്കിൽ പരിചയസമ്പത്ത് കുറഞ്ഞിരുന്നാൽ തന്നെയും അദ്ദേഹത്തിന് തെറ്റുപറ്റുകയില്ല. അപ്പൊ ഈ ഒരു കുമ്പസാരക്കാരൻ ഈ ആത്മാക്കളെ, അധികാരികൾ ഈ ഇങ്ങനെയുള്ള ആത്മാക്കളെ നയിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ അമദ്രേസ്യ ഈ ഒരു വ്യക്തത തരികയാണ്. 12-ാമത്തെ ഖണ്ഡിക
ഈ സന്ദർഭത്തിൽ സഹോദരിമാരെ, കുമ്പസാരക്കാരനോട് സകല വിവരവും ആത്മാർത്ഥമായി തുറന്നു പറയുക എന്നത് അത്യന്താപേക്ഷിതമാണ്. കുമ്പസാരക്കാരോട് എല്ലാ കാര്യവും തുറന്നു പറയണം. ഈ ഇങ്ങനത്തെയുള്ള അനുഭവങ്ങളുള്ള പ്രത്യേകിച്ചും പാപങ്ങൾ വെളിപ്പെടുത്തുന്ന കാര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അക്കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പ്രാർത്ഥനയിലെ അനുഭവങ്ങൾ അത്ര വ്യഭിക്ഷ. ഇപ്പോൾ കുമ്പസാരത്തിലെ പാപങ്ങളെല്ലാം അതേപടി തുറന്ന് ഏറ്റുപറയണം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതേപറ്റി ഒന്നും പറയുന്നില്ല, അതിന്റെ ആവശ്യമില്ല, ഇവിടെ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ഇങ്ങനെ അനുഭവങ്ങളെല്ലാം പറയണം, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് നിങ്ങൾ അനുവർത്തിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ നടത്ത ഭദ്രമെന്നോ നിങ്ങളെ പഠിപ്പിക്കുന്ന ദൈവമാണെന്നോ ഉറപ്പ് പറയാൻ എനിക്ക് നിവൃത്തിയില്ല. അങ്ങനെ തുറന്നു പറച്ചില് കുമ്പസാരക്കാരന്റെ മക്കൾ കുമ്പസാരത്തിലെങ്കിലും നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ല, നിങ്ങൾ മറച്ചു വെക്കുന്നു, മൂടി വെക്കുന്നു, ഒഴിവാക്കുന്നുവെങ്കിൽ നിങ്ങളെ നടത്തുന്നത് ദൈവമാണെന്ന് പറയാൻ എനിക്ക് നിവൃത്തിയില്ലെന്ന് മദ്രസ പറയുകയാണ്. തുറവിയില്ലായ്മ അപകടമാണ്. മറച്ചു വെക്കുക, മൂടി വെക്കുക, കളവായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് പൈശാചികമാണ്, സാത്താന്റെ കണിയുടെ ഭാഗമാണ്. തന്റെ പ്രതിനിധിയുടെ പക്കൽ സകല വിവരങ്ങളും സത്യമായും വ്യക്തമായും നാം വെളിപ്പെടുത്തുകയും നമ്മുടെ വിചാരങ്ങൾ പോലും അദ്ദേഹം അറിയാൻ ആഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അവിടത്തേക്ക് നിഷ്കർഷയുണ്ട്. നമ്മളെല്ലാം തന്റെ പ്രതിനിധി കുമ്പസാരക്കൂടിൽ ഈശോയാണ് ഇരിക്കുന്നത്, ഒരു വ്യക്തിയിൽ. അപ്പൊ അതിന് നമുക്ക് എല്ലാം നമ്മൾ പറയണം, അദ്ദേഹത്തെ എല്ലാം അറിയിക്കണം. അതാണ് ഈശോയുടെ താല്പര്യം. അപ്പോൾ നമ്മുടെ നടത്തയുടെ കാര്യം വിശേഷിച്ച് പറയേണ്ടതില്ലല്ലോ. ഇപ്പൊ എല്ലാ കാര്യവും അങ്ങനെ പറയാനായിട്ടാണ് ഈശോ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആത്മീയ അനുഭവങ്ങൾ നയിക്കേണ്ട കാര്യത്തിൽ അത് സംശയമൊന്നുമില്ല. ഏറ്റവും നിസ്സാരമായ ബാഹ്യ കൃത്യങ്ങൾ കൂടിയും അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിന് വിധേയമാക്കുകയാണ് വേണ്ടത്. കൊച്ചു കാര്യങ്ങൾ പോലും എത്ര സമയം പ്രാർത്ഥിക്കുന്നു, എന്തെല്ലാം പുണ്യങ്ങൾ ഏർപ്പെടുന്നുണ്ട്, എന്തെല്ലാം ശുശ്രൂഷകൾ വ്യാപരിക്കുന്നുണ്ട്, ഓരോ ഇടപാടുകൾ എങ്ങനെയാണ് ഓരോ ആൾക്കാരുമായിട്ടുള്ളത്, ഇങ്ങനത്തെ കാര്യങ്ങൾ പോലും അവിടെ തുറന്ന് പറയണം. അതാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്താൽ ആശങ്കകൾക്കും പരിഭ്രമത്തിനും ഇടവരികയില്ല. അപ്പൊ നമ്മൾ പേടിക്കാതെ നിങ്ങൾ സുരക്ഷിത മാർഗം ഇതാണ്. നിങ്ങൾക്ക് എളിമയും നല്ല മനസ്സാക്ഷിയും ഉണ്ടെങ്കിൽ ദൈവത്തിൽ നിന്നല്ലാതെ ശ്രദ്ധിക്കുന്ന അനുഭൂതികൾ കൊണ്ട് പോലും ഉപദ്രവമൊന്നും ഉണ്ടാകുന്നതല്ല. അപ്പം ഇത്ര എളിമയും തുറവിയും നല്ല മനസ്സാക്ഷി നിങ്ങൾ ഏറ്റവും നല്ല മനസ്സാക്ഷി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, തുറവിയുണ്ടെങ്കിൽ ഇനി സാത്താൻ കയറി എന്തെങ്കിലും ദർശനമോ എന്തെങ്കിലും മരങ്ങൾ പോലെയുള്ള നിങ്ങൾക്ക് തന്നാൽ പോലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കുമ്പസാരക്കാരുടെ പക്കലുള്ള നിങ്ങളുടെ തുറവി, ആത്മാർത്ഥത നിങ്ങളെ അപകടത്തിൽ നിന്ന് സംരക്ഷിച്ചു കൊണ്ടുപോകും. തിന്മയിൽ നിന്ന് നന്മ ഉളവാക്കാൻ ദൈവത്തിന് സാധിക്കും. അതിൽ പിശാച് എന്തെങ്കിലും തിന്മയായിട്ട് തന്നെ നിങ്ങൾക്ക് പണിയുന്നതിന് ഫലമായിട്ടായി ദർശനമോ കാര്യങ്ങളോ ഉണ്ടാകുന്നെങ്കിൽ പോലും അത് നന്മയായിട്ട് മാറ്റാൻ ദൈവത്തിന് സാധിക്കും. നിങ്ങളുടെ ആത്മീയ പിതാവുമായിട്ട് ഉള്ളു തുറന്ന് ഇത് അനുസരണയിൽ വിധേയപ്പെട്ടാണ് നീങ്ങുന്നതെങ്കിലും നിങ്ങളുടെ നാശത്തിന് വേണ്ടി പിശാച് ഒരുക്കിയ വിനകൾ വഴി ഉപരി നന്മ സിദ്ധിക്കുകയും ചെയ്യും. അവസാനം വരുമ്പം പിശാചിന്റെ ഉപദ്രവം വഴി നന്മയെ വരുള്ളൂ. പുസ്തകം പറയുന്ന പോലെ പിശാചിന്റെ ഒരു ദൂതൻ ഒരു മുള്ളു പോലെ എന്നെ ശല്യപ്പെടുത്താൻ വേണ്ടി നൽകപ്പെട്ടിരിക്കുന്നു, അതിനെ മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ഈശോയോട് അപേക്ഷിച്ചത്. പക്ഷെ ഈശോ പറഞ്ഞു നിനക്ക് എന്റെ കുറവ് മതി. അപ്പൊ പിന്നീട് അദ്ദേഹം മനസ്സിലാക്കുകയാണ് ആ മുള്ള് വഴി തനിക്കൊരു ലാഭമാണ്. ആത്മീയ അഹങ്കാരത്തെ പെടാതെ കൃപ കൊണ്ട് നിറഞ്ഞ് ദൈവത്തിന്റെ ശക്തിയിൽ വ്യാപരിക്കാൻ, തന്റെ എല്ലാ ബലഹീനതയുടെ മുകളിൽ കരുത്തോടെ നീങ്ങാനുള്ള അവസരം അതുവഴി ഉണ്ടായി. അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട്. നമ്മൾ 2 കോരിന്തോസ് 12 വായിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന് നന്മ ഉണ്ടാക്കാൻ തന്നെ ഇടവരും. സാത്താന്റെ ഉപദ്രവമാണെങ്കിൽ പോലും നമ്മൾ ഈ രീതി നീങ്ങാൻ തയ്യാറാണ് എങ്കിലും വിശേഷ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തരുന്ന ദൈവമാണെന്ന് കരുതുമ്പോൾ അവിടുത്തെ അധികം പ്രസാദിപ്പിക്കുവാനും അവിടുത്തെ ഛായ സദാ മനസ്സിൽ ഓർമ്മിച്ചുകൊണ്ടിരിക്കാൻ നിങ്ങൾ ഉത്സാഹിക്കാതിരിക്കുകയില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഭാവന ദർശനം കിട്ടിക്കഴിയുമ്പം നിങ്ങൾക്ക് അവിടുത്തെ ആ ഒരു ചിത്രം, തിരുമുഖം നല്ലതുപോലെ നിങ്ങളുടെ മനസ്സിൽ നിലനിൽക്കും. അവിടുത്തെ പ്രസാദിപ്പിക്കണമെന്നുള്ളൊരു ഏക ചിന്തയാൽ നിങ്ങൾ നയിക്കപ്പെടുകയും ചെയ്യും. മികച്ച ഒരു സാത്വികൻ പറയുകയുണ്ടായി, പിശാച് ഒരു നല്ല ചിത്രകാരനാണ്. കർത്താവിന്റെ സജീവ ചിത്രം അവൻ എന്നെ കാണിക്കുന്ന പക്ഷം ഞാൻ ഒട്ടും തന്നെ ചന്ദ്രപ്പെടാൻ പോകുന്നില്ല. ഭക്തി ഉദ്ദീപിപ്പിക്കുവാനും അവന്റെ ആയുധം കൊണ്ട് തന്നെ അവനെ എതിർക്കുവാനും അത് ഉപകരിക്കുമല്ലോ. ഒരു ചിത്രകാരൻ എത്ര കൊള്ളരുതാത്തവനായിരുന്നാലും അയാൾ നിർമ്മിക്കുന്ന ചിത്രം സർവ്വനന്മനിധിയായ നമ്മുടെ നാഥന്റേതാണെങ്കിൽ അത് വണങ്ങാതിരിക്കുന്നത് ന്യായമല്ല. അപ്പോൾ ഏതോ ഒരു വിശുദ്ധനായ വ്യക്തിയെ ഉദ്ധരിച്ചുകൊണ്ട് മദ്രസ പറയുകയാണ്, ദൈവത്തെ നിന്ദിക്കുന്ന ഒരു വ്യക്തി, അധാർമികമായിട്ട് പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ചിത്രകാരനെങ്കിലും അങ്ങേര് നമ്മുടെ ഈശോയോട് നല്ലൊരു പടം വരച്ച് വെച്ചാൽ ആ പടത്തിലേക്ക് നോക്കി ഈശോയിലേക്ക് നമ്മുടെ ഉള്ളത്തെ ഉയർത്താന്ന് പറയുന്നത് നമുക്ക് സഹായകരമാണ്. കാരണം വരച്ചത് ആ വ്യക്തിയാണെങ്കിലും പടം ഈശോയുടേതാണല്ലോ എന്ന് പറഞ്ഞ പോലെ സാത്താൻ ഒരു ചിത്രകാരനാണെന്ന് ഇവിടെ പറയുകയാണ്.
നമ്മുടെ ഉള്ളിൽ വേണേ ഭാവന ചിത്രങ്ങൾ കൊണ്ടെത്തരാൻ സാധിച്ചു വരും. അവ നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടി നോക്കുന്നത്. പക്ഷെ അങ്ങനെ വരുന്ന ആ ചിത്രങ്ങള് ഈശോയുടേതാണെങ്കിൽ നമ്മുടെ അങ്കരാപ്പ് ഭയം ഒന്നും എടുക്കണ്ട. അത് നോക്കി ഈശോയിലേക്ക് ഹൃദയം ഉയർത്തിയാൽ മതി. അപ്പം അവൻ നമ്മളെ വഴി തെറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ചിത്രം നമ്മൾ ഈശോയിലേക്ക് കയറി പോകാനുള്ള സഹായമായിട്ട് മാറുന്നത് കാണും. അവർ ഇട്ടിച്ചു പൊക്കോളും എന്നാണ് മദ്രസയോട് പറയുന്നത്. 13-ാമത്തെ ഖണ്ഡിക, ദർശനമുണ്ടാകുമ്പോൾ അതിനെ അവജ്ഞയോടെ വീക്ഷിക്കണമെന്ന ചിലരുടെ നിർദ്ദേശം ഒട്ടും തന്നെ ശരിയല്ലെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ അഭിപ്രായം. അതുകൊണ്ട് ദർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചുമ്മാ അവഗണിക്കുകയാണ് ചെയ്യേണ്ടത്, അവജ്ഞയോടെ വീക്ഷിച്ചാൽ മതി എന്ന് പറയുന്ന വിശുദ്ധരുണ്ട്. പക്ഷെ ആ ഒരു അഭിപ്രായം ശരിയല്ലെന്ന് അദ്ദേഹം പറയുന്നത്. നമ്മുടെ മഹാരാജാവിന്റെ ചിത്രം എവിടെ കണ്ടാലും അതിനെ വണങ്ങണമെന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തിരുന്നു. അപ്പം നമ്മുടെ കർത്താവിന്റെ ചിത്രം, കർത്താവിന്റെ അടയാളം, കുരിശ്, വിശുദ്ധര്, അത് എവിടെ വെച്ച് കണ്ടാലും അത് നമ്മുടെ കർത്താവാണ്, നമ്മുടെ ദൈവമാണ്, നമ്മുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരങ്ങളെ വിശുദ്ധര്. അത് നമ്മൾ ആദരവോടെ സ്വീകരിക്കണം. അതാണ് ന്യായം. അതിൽ ന്യായമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സാമാന്യ ബുദ്ധിക്ക് തോന്നുന്നതും അതാണല്ലോ. ഒരു സ്നേഹിതൻ തന്റെ ഛായാപടത്തെ നിന്ദിച്ചുവെന്നറിയുന്നത് ആർക്കും സുഖകരമല്ല. നമ്മുടെ ഒരു ചിത്രം, എവിടെയെങ്കിലും ഒരു ഫോട്ടോ ആരെങ്കിലും എടുത്തിട്ട് അതിനെ വെട്ടിക്കുത്തിക്കളഞ്ഞു, കീറിക്കളഞ്ഞു, അല്ലെങ്കിൽ അധിക്ഷേപിച്ചു എന്ന് നമ്മൾ കേട്ടാൽ അത് നമ്മുടെ സ്നേഹിതരാണെങ്കിൽ പോലും നമ്മൾക്ക് നെറ്റുചൊളിയും, നൊമ്പരമുണ്ടാകും. എന്തുകൊണ്ടാണ് ആ പടത്തോട് അങ്ങനെ ചെയ്തത്? എൻ്റെ പടമാണല്ലോ, എൻ്റെ ഫോട്ടോയാണല്ലോ, അതിനെ എന്തിനാ ആ വ്യക്തി അങ്ങനെ കളഞ്ഞത്? നമുക്കൊരു ചെറിയ കലക്കമുണ്ടാകും, നൊമ്പരമുണ്ടാകും. അപ്പോൾ അത് പറഞ്ഞിട്ട് പറയാണ്, ഈശോയുടെ പടമല്ലേ, ആര് മനസ്സാകട്ടെ, ഈശോയുടെ ചിത്രമല്ലേ, ദർശനമല്ലേ, സാധനം നിന്നുപോലും ആയിക്കോട്ടെ, അത് ഈശോയുടേതാണല്ലോ, ഈശോയുടേതായതുകൊണ്ട് നമ്മൾ അതിനെ പരിഗണിക്കുക, എന്നിട്ട് ഈശോയിലേക്ക് അടുക്കുക. അതാണ്. അപ്പോൾ ഒരു സ്നേഹിതന്റെ ഛായാപടത്തെ നിന്ദിച്ചു എന്നറിയുന്ന ആർക്കും സുഖകരമല്ല. അപ്പോൾ ഒരു ക്രൂശിത രൂപമോ രാജാതിരാജനായ നമ്മുടെ ദൈവരക്ഷകൻ ഏതെങ്കിലും ചിത്രമോ കാണുമ്പോഴൊക്കെയും നാം അതിനെ ബഹുമാനിക്കുക എന്നത് എത്രയോ യുക്തമാണ്. അക്കാര്യം വേറൊരു സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ ആവർത്തിക്കുന്നത് അസ്ഥാനത്തല്ലെന്ന് തോന്നുന്നു. കാരണം ഏവംവിധമായ നിന്ദന സമ്പ്രദായം സ്വീകരിക്കുവാൻ ഉപദേശിക്കപ്പെട്ടിരുന്ന ഒരാൾ വളരെ വ്യസനം അനുഭവിച്ചിരുന്നതായി എനിക്കറിയാം. അപ്പൊ ഏതോ ഒരു വ്യക്തിയെക്കുറിച്ച് മദ്രസ പറയുകയാണ്, ആ വ്യക്തിക്ക് കിട്ടിയ ദർശനങ്ങളിൽ ഈശോയെ കണ്ടു കഴിയുമ്പം കുമ്പസാരക്കാരൻ പറഞ്ഞിരുന്നത് അതൊന്നും ശ്രദ്ധിക്കാനേ പോകണ്ട, അവഗണിച്ചാൽ മാത്രം മതി. അങ്ങനെ പറയുന്നത് കൊണ്ട് പിന്നെ ദർശനത്തിൽ ഈശോയെ കണ്ടു കഴിയുമ്പം വടക്കോ സ്നേഹമോ കാണിച്ച് സ്വീകരിക്കാനും പറ്റുന്നില്ല. അപ്പൊ കുമ്പസാരക്കാരനെ അനുസരിക്കുമ്പോൾ അല്ലാതെ വിഷമം അനുഭവിക്കുന്നു. അങ്ങനെ ജനിക്കുന്ന ഒരു വ്യക്തി എനിക്കവിടെ മദ്രസ പറയുകയാണ്, അനുസരണത്തിന്റെ കാര്യത്തിൽ അത്രമാത്രം നിഷ്കർഷിച്ചിരുന്ന ഒരാളെ പീഡിപ്പിക്കുവാൻ ഇത്തരത്തിലൊരു ഉപദേശം കണ്ടുപിടിച്ചത് ആരാണെന്ന് എനിക്ക് നിശ്ചയമില്ല. അതൊരു അങ്ങനെ ഉപദേശം കൊടുക്കുന്നത് അത്ര ശരിയല്ലെന്ന് മദ്രസ പറയാണ്. കുമ്പസാരക്കാരൻ അങ്ങനെ പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ നശിച്ചു പോകുമെന്നായിരുന്നു അവരുടെ ധാരണ. അതിനാൽ എൻ്റെ ഉപദേശം ഇതാണ്, അങ്ങനെ ഒരു നിർദ്ദേശം നിങ്ങൾക്ക് ലഭിക്കുന്ന പക്ഷം മേൽപ്പറഞ്ഞ ന്യായം വിനയപൂർവ്വം ആത്മീയ ഗുരുവിനെ ഉണർത്തിക്കുക, ആ നിർദ്ദേശം സ്വീകരിക്കുകയും വേണ്ട. ഈ വിഷയത്തിൽ എനിക്ക് ഉപദേശം നൽകിയ ആളിന്റെ ന്യായങ്ങൾ ആത്യന്തികമായി എന്നെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ദർശനത്തിൽ ഇങ്ങനെ ഒരു ഈശോയുടെ ചിത്രമോ രൂപമോ കിട്ടിക്കഴിഞ്ഞാൽ അത് ശാന്തമായിട്ട് സ്വീകരിക്കുക. അതിനെതിരായ കാര്യങ്ങൾ പറയുന്നവരോട് വിനയപൂർവ്വം നമ്മുടെ അഭിപ്രായം പറഞ്ഞിട്ട് അത് വെച്ച് ഞാൻ ഈശ്വര പക്കലേക്ക് അടുക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന് മാത്രം വിനയത്തോടെ മറുപടി കൊടുത്ത് നീങ്ങിയാൽ മതി. കലങ്ങണ്ടായ നമ്മുടെ ഉപദേശം നൽകുകയാണ്. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.